പുനരാരംഭിച്ചു ചൂരൽമല മേഖലയിൽ എന്നതാണ് അനൂപ് ഇപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യം. നേരിയ കുറവ് മഴയ്ക്കുണ്ടായിരുന്നു, പക്ഷേ ഒരു 15 മിനിറ്റിന് മുൻപ് ശക്തമായ മഴ തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രദേശങ്ങളിൽ എന്താണ് ഈ കാലാവസ്ഥ പൂർണ്ണമായും രക്ഷാപ്രവർത്തനത്തിന് ഉതകുന്ന തോതിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നതിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പല തവണ ഉരുൾപൊട്ടൽ ഉണ്ടായ ഒരു സാഹചര്യം അത് ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് രക്ഷാപ്രവർത്തകർ ഓരോരുത്തരും ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിയിട്ടുള്ളത്. അനൂപ്, തുടരാം. ഔദ്യോഗികമായ രക്ഷാപ്രവർത്തനം വയനാട്ടിൽ ഇന്നും പുനരാരംഭിച്ചിരിക്കുകയാണ്. രണ്ടാം ദിവസവും ഏതാണ്ട് ഒരു 20-25 മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം രക്ഷാപ്രവർത്തനം നടന്നിരുന്നു. ഇതിനുശേഷം വീണ്ടും ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള താമസമായിരുന്നു. പ്രധാനപ്പെട്ട പാലം ചൂരൽമലയിൽ നിന്നും ോടുകൂടി പുനഃസ്ഥാപിച്ച് താൽക്കാലികമായി അതിന് പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കുന്ന വിധത്തിലേക്ക് സൈനികരുടെ ഒരു പ്രവർത്തനം ഒന്നുണ്ടാകും. അങ്ങനെയെങ്കിൽ പുത്തുമലയും അല്ലെങ്കിൽ ചൂരൽമലയും മുണ്ടക്കയും തമ്മിലുള്ള ബന്ധം ഊർവ്വസ്ഥിതിയിലാകും. കഴിഞ്ഞ ദിവസം നിരവധിയായ ആളുകളെയാണ് ഈ താൽക്കാലിക സജ്ജീകരണത്തിലൂടെ സൈന്യവും വിവിധ സേനാ വിഭാഗങ്ങളും NDRF എല്ലാം മുണ്ടക്കയിൽ കുടുങ്ങിപ്പോയവരെ താഴേക്ക് എത്തിച്ചത്. അവിടെ നിന്ന് പിന്നീട് ഇവരെ ആശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു. ഏതായാലും ഇന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനമായും നടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇന്നലെ എത്തിച്ച ആളുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം എത്ര പേർ ഈ മേഖലയിൽ ഇനിയും കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് വിവരശേഖരണം നടത്തുക എന്നുള്ളതാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഇന്നലെ തന്നെ മേപ്പാടി പഞ്ചായത്തിൽ വാർഡ് തലത്തിൽ ഇത്തരത്തിലുള്ള കണക്ക് ക്രോഡീകരിക്കാനും ഏകീകരിക്കാനും സാധിച്ചിരുന്നു. അത് ഇന്നും തുടരും. ഏതായാലും ഉച്ചയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട അന്തിമ കണക്ക് ജില്ലാ ഭരണകൂടം നൽകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ മേഖലയിൽ നിരവധിയായ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അവരിൽ പലരും വിനോദസഞ്ചാരികളുണ്ട്, അതിൽ തദ്ദേശീയരായിട്ടുള്ള ആളുകളുണ്ട്. അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തോട്ടം മേഖലയിൽ ജോലിക്കെത്തി ഇവിടെ താമസിച്ചിരുന്ന തൊഴിലാളികളുടെ മേഖലയിൽ താമസിച്ചു വന്നിരുന്ന ആളുകളുണ്ട്.